ഹായ് ഹലോ. ഇന്ന് ഞാൻ വന്നതേ ഒരു നടീലുമായിട്ട് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ കരിയിലയും കുറഞ്ഞ മണ്ണും വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മളെ നടീൽ കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയ എൻ്റെ ഈ പച്ചക്കറി എന്നാണ് ഇതാദ്യം ഞാൻ ഈ കാണിക്കണേ. ഇതിലൊക്കെ മുക്കാൽ ഭാഗവും കരിയിലയാണ്, കുറഞ്ഞ മണ്ണ് വെച്ചിട്ടാണ്. കണ്ടില്ലേ, കരിയിലേൻ്റെ ഒരു ഇത് കണ്ടില്ലേ, എല്ലാം ഉഷാറായി നിൽക്കുന്നുണ്ടില്ലേ. ഇതിലൊക്കെ മുക്കാൽ ഭാഗവും ഞാൻ കരിയില നിറക്കും. പിന്നെ ഒരു ഇത്തിരി മണ്ണിട്ടിട്ടാണ് അതിലാണ് ഞാൻ ഈ തയ്യാളൊക്കെ വെക്കൽ. അതൊക്കെ നല്ല ഉഷാറായി സൂപ്പറായി നിൽക്കുന്നതാ. ഇന്ന് നടുന്നത് ഞാൻ ഈ വെണ്ടയാണ് കേട്ടോ. നമ്മൾ പ്ലാവിൻ്റെ ഇലയിൽ ഞാൻ വിത്തിട്ടിട്ട് മുളപ്പിക്കണത് വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതൊക്കെ മുളച്ചിതാ ഇത്ര ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മളെ കരിയില കുറഞ്ഞ മണ്ണും വെച്ചിട്ടെന്നുള്ളതാണ് ഇന്നത്തെ നടയിൽ. അപ്പോൾ ഞാനൊരു ചട്ടി എടുത്തിട്ട് ആ ചട്ടീൻ്റെ അടിയിൽ കുറച്ച് കരിയില ഇട്ട് ആദ്യം വെക്കും. എന്നിട്ട് ഞാൻ കുറച്ച് വണ്ണുള്ളൊരു PVC പൈപ്പാണ് എടുത്തിക്കണേ. ആ PVC പൈപ്പിൻ്റെ നടുവിൽ നമ്മൾ കുത്തി അവിടെ നിർത്തണം. എന്നിട്ട് നമ്മൾ കരിയിലയോ പുല്ലോ ഇലയോ പച്ചിലയോ എന്താ ഉള്ളതെങ്കിൽ ഒക്കെ ഇതിൻ്റെ 4 സൈഡിൽ കൂടി ഇട്ട് കൊടുക്കുക. ഈ പൈപ്പിൻ്റെ 4 സൈഡും നല്ലോണം കുത്തി അമർത്തി ഇടണം കേട്ടോ. ഞാൻ ഇട്ടിക്കണത് എൻ്റെ ക്യാരറ്റ് ചെടി ഇന്നലെ പറിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ക്യാരറ്റ് അതിൻ്റെ ചെടിയാണത് കേട്ടോ. ആ ചെടി ഇനി വേസ്റ്റ് അല്ലേ, അപ്പോൾ ഞാനതും കൂടി അതിൻ്റെ ഇടയിൽ ഇട്ടെടുത്തതാണ്. അപ്പോൾ നമുക്ക് എന്തും ഇടാം കേട്ടോ. നമുക്ക് പച്ചലയും പുല്ലുകളും ഒക്കെ കൊടുന്നിടാം. അപ്പോൾ അങ്ങനെ ഇത് കുത്തി അമർത്തി നിറക്കണം കേട്ടോ. ഇല്ലെങ്കിൽ എന്താണെന്നറിയോ, ഇത് നനഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലയൊക്കെ ഇരിക്കും. അപ്പോൾ നമുക്ക് പിന്നെ ഇതിൽ കുറേ മണ്ണിടേണ്ടി വരും. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ നല്ലോണം കുത്തി അമർത്തി ഇടണം. എന്നാൽ നമുക്ക് പിന്നെ അധികം മണ്ണിടേണ്ടി വരില്ല. പിന്നെ താവണിനനുസരിച്ച് നമുക്ക് പിന്നെ എന്തെങ്കിലും എല്ലുപൊടിയോ വേപ്പിൻ പിണ്ണാക്കോ ചാണകപ്പൊടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇങ്ങനെ ഇട്ട് ലേസ്റ്റ് മണ്ണിട്ട് കൊടുത്താൽ മതി. ഇതിന് 4 ഭാഗം അങ്ങനെ ഫുള്ളായിട്ട് മണ്ണിട്ടിട്ട് അതിൻ്റെ ഇല കാണാത്ത വിധത്തിൽ കുറേശ്ശെ മണ്ണിട്ട് അമർത്തി വെക്കുക. പിന്നെ നമ്മൾ ഈ പൈപ്പിലേക്ക് പിന്നെ നമ്മൾ പോട്ടി മിക്സ് ശരിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കണം. ഞാൻ ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് മണ്ണ് ഇത് 4ഉം കൂടെ കൂട്ടി വെച്ചിട്ടുണ്ട്. ഈ പൈപ്പിലേക്ക് അത് ഇട്ട് കൊടുക്കുകയാണ്. ഏകദേശം ആ പൈപ്പിൻ്റെ ആ ചട്ടിൻ്റെ ആ ലെവൽ വരെ ആ പൈപ്പിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ ആ പൈപ്പ് മെല്ലെ ഊരിയെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ആ മണ്ണ് അവിടെ ചട്ടിയിൽ ഫില്ലായല്ലോ. അങ്ങനെ പതുക്കെ ഊരിയെടുത്താൽ ആ മണ്ണ് അതിൻ്റെ അടിയിലേക്ക് പോകും. അപ്പോൾ നമുക്ക് അത്യാവശ്യം മണ്ണായല്ലേ അതിൽ ചെടി വളർന്ന് വരാനുള്ള മണ്ണ് അതിലുണ്ട്. പിന്നെ അപ്പോഴേക്കും ഈ ഇലയൊക്കെ മണ്ണായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് പിന്നെ ആ വേരോട്ടം വേഗം പിടിക്കും. വെറും മണ്ണാവുമ്പോൾ മണ്ണിന് കട്ട പിടിച്ചിട്ട് ഒരു ബലത്തിൽ നിൽക്കുക. കാരണം നമുക്ക് ചെടി വളരില്ല. ഇത് ചെടിക്ക് നല്ല വളർച്ച കിട്ടും, നല്ല വേരോട്ടം കിട്ടുമല്ലോ കരിയിലൻ്റെ ഇടയിൽ കൂടെ പോകുമ്പോൾ മണ്ണ് ആകുമ്പോൾ. നമ്മളിതാ ഈ ഒരു പ്ലാവിൻ്റെ ഇല അങ്ങനെ എടുത്ത് കൊടുത്തിട്ട് നമ്മളിത് ഇങ്ങനെ വെക്കുകയാണ്. ഒന്നും ചെയ്യണ്ട. കാരണം വെച്ചാൽ നമ്മൾ പറിച്ചെടുക്കുകയാണെങ്കിൽ ആ ചെടിക്കൊരു വാട്ടം വരും, അതൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഈ ചെടി ഞാൻ അതിൽ വെച്ച് കണ്ടോ, ഉഷാറല്ലേ. ഇനിയൊരു വാട്ടോ കാര്യമൊന്നും ഉണ്ടാവില്ല. എന്താ വെച്ചാൽ മണ്ണിൻ്റെ വേരിളകിയിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ 7 ചട്ടി നമ്മളങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാതും ഇതേമാതിരി തന്നെ കരിയിലയും മണ്ണും ഇട്ടിട്ട് ഇതേമാതിരി. എൻ്റെ കയ്യുമ്പോൾ ഗ്ലൗസ് ഇട്ടിക്കണം കേട്ടോ. ഞാനിപ്പോൾ എനിക്ക് ഗ്ലൗസ് ഇട്ടാൽ പെട്ടെന്ന് പണിയെടുക്കാൻ കഴിയില്ല. ഞാൻ ഒരു ചട്ടി മാത്രം ഗ്ലൗസ് ഇല്ലാതെ എടുത്തതാണ്. നമ്മളെല്ലാ ചട്ടിയും ഇതേമാതിരി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, എല്ലാവരും 7 ചട്ടി ഞാൻ അങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട്. എല്ലാവരും വെണ്ട നടും ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇതൊക്കെ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. കരിയില വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അതൊക്കെ ഉഷാറായില്ലേ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ.